അനധികൃതമായി സംസ്ഥാനത്ത് റെന്റ് എ കാർ സംവിധാനം വളരെയധികം സജീവമായിട്ടാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ലൈസൻസ് പോലുമില്ലാതെ വാഹനങ്ങൾ വാടകയ്ക്ക് നൽകുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഇത്തരം വാഹനങ്ങൾ കുറ്റകൃത്യങ്ങൾക്കായി ആസൂത്രിതമായി ഉപയോഗിക്കുന്നത് വർദ്ധിച്ചു വരികയാണ്. മാത്രമല്ല, ഇത്തരം കാര്യങ്ങളിൽ നടപടി സ്വീകരിക്കാതെ മുന്നോട്ട് പോവുകയാണ് മോട്ടോർ വാഹന വകുപ്പും. സൗഹൃദം അവസാനിപ്പിച്ച പെൺസുഹൃത്തിനെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്തിയ കാർ വാടകയ്ക്കെടുത്തത് അനധികൃതമായിട്ടാണെന്ന് വാർത്തകൾ പുറത്തു വന്നിരുന്നു. 8ൽ പരം ആൾക്കാരിൽ നിന്നും കൈമറിഞ്ഞായിരുന്നു പ്രധാനമായിട്ടും ഈ വാഹനം പ്രതികൾക്ക് കൂടുതലും ലഭിച്ചിരുന്നത്. മാത്രമല്ല, കൃത്യം നിർവഹിക്കാനായി വാഹനത്തിൽ നമ്പർ പ്ലേറ്റ് പോലും ഉണ്ടായിരുന്നില്ല. നീതു ആർ നായരെ കാർ ഇടിച്ചു കൊന്ന സുഹൃത്ത് കാഞ്ഞിരപ്പള്ളിയിലെ ഓട്ടോ ഡ്രൈവർ അൻഷാദ് ആയിരുന്നു. കൂടാതെ ഇയാളോടൊപ്പം കാറിൽ ഉണ്ടായിരുന്നത് കാഞ്ഞിരപ്പള്ളി സ്വദേശിയായിട്ടുള്ള ഇജാസ് ആണ്. ഇവരാണ് നിലവിൽ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ചങ്ങനാശ്ശേരിയിലെ ടെക്സ്റ്റൈൽ സ്ഥാപനത്തിലെ ജീവനക്കാരിയായിരുന്നു നീതു. നീതുവിന്റെ മരണത്തിലും റെന്റ് കാറിന്റെ ചതി കൂടിയാണ് ഇപ്പോൾ തെളിയുന്നത്. അന്വേഷണത്തിൽ എറണാകുളം സ്വദേശിയുടെ പേരിലായിരുന്നു വാഹനമെന്ന് കണ്ടെത്തുകയും ചെയ്തു. മണിമല മുക്കടയിൽ നിന്നും വാടകയ്ക്കെടുത്ത വാഹനമാണ് അൻഷാദ് കൊലപാതകത്തിന് ഉപയോഗിച്ചത്. അന്വേഷണവുമായി ബന്ധപ്പെട്ട് 8ഓളം പേരെ കറുകച്ചാൽ പോലീസ് ചോദ്യം ചെയ്തതായും സൂചനയുണ്ട്. നീതുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ കൂടിയാണ് വീണ്ടും റെന്റ് എ കാർ സംവിധാനം സംസാര വിഷയമാകുന്നത്. മുൻകാലങ്ങളിൽ പല പ്രാവശ്യം കുറ്റകൃത്യങ്ങൾക്കായി ഇത്തരത്തിൽ വാടകയ്ക്കെടുത്ത വാഹനങ്ങൾ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. റെന്റ് എ കാർ സംവിധാനത്തിൽ വാഹനങ്ങൾക്കായി പരിശോധന നടത്താൻ നിരവധി പരിമിതികളാണ് നിലനിൽക്കുന്നത്. പിടികൂടുമ്പോൾ ബന്ധുവിന്റെ വാഹനമാണെന്ന് പറഞ്ഞ് പലരും രക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇത്തരം പഴുതുകൾ മനസ്സിലാക്കിക്കൊണ്ടാണ് കൂടുതലും കുറ്റകൃത്യങ്ങൾക്കായി വാടകയ്ക്കെടുക്കുന്ന വാഹനങ്ങൾ കൂടുതലും ഉപയോഗിക്കുന്നത്. ലൈസൻസ് പോലും ഇല്ലാതെ ഇത്തരം ഏജൻസികൾ പ്രവർത്തിക്കുകയാണ്. 5 മാസങ്ങൾക്ക് മുൻപായിരുന്നു കളർക്കോട് വണ്ടാനം മെഡിക്കൽ കോളേജിലെ 1ാം വർഷം MBBS വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന കാറ് അപകടത്തിൽ 3 വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും മരിച്ചിരുന്നത്. അതുപോലെ അപകടത്തിൽ 6 പേർക്ക് പരിക്കുമേറ്റു. ഈ കാർ വാടകയ്ക്ക് നൽകിയത് അനധികൃതമായിട്ടാണെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. കാർ നൽകിയ ആൾക്ക് റെന്റ് എ കാർ ലൈസൻസും ഉണ്ടായിരുന്നില്ല. സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും അതുപോലെ പരിചയക്കാർക്കും വാഹനങ്ങൾ ദിവസമാസ വാടകയ്ക്ക് നൽകാൻ കഴിയുകയുമില്ല. കൂടാതെ സ്വകാര്യ ആവശ്യത്തിനായി രജിസ്റ്റർ ചെയ്ത വാഹനം ടാക്സിയായി ഓടിക്കാനോ അതുപോലെ വാടക വാങ്ങി മറ്റൊരാൾക്ക് നൽകാനോ പാടില്ല എന്നതാണ് മോട്ടോർ വാഹന നിയമത്തിൽ ഉൾപ്പെടുന്നത്. പക്ഷേ റെന്റ് എ കാർ എന്ന സംവിധാനം ഇന്നും സംസ്ഥാനത്ത് വളരെയധികം സജീവമായിട്ടാണ് നിലനിൽക്കുന്നത്. പക്ഷേ ഇത് അനധികൃതമാണെന്ന് മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. വാഹനത്തിൽ കയറ്റാൻ കഴിയുന്ന ആളുകളുടെ എണ്ണം RC ബുക്കിൽ കൃത്യമായി ഉൾപ്പെടുന്നുമുണ്ട്. മാത്രമല്ല, ആളുകളെ കയറ്റി വാഹനം അപകടത്തിൽ പെടുകയാണെങ്കിൽ ഇൻഷുറൻസ് തുക ലഭിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും നിൽക്കുക. വാടകയ്ക്ക് നൽകുന്ന വാഹനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കുറ്റകൃത്യങ്ങൾ നടത്തുകയാണെങ്കിൽ RC ഉടമയും പ്രതിയാകുന്നതായിരിക്കും. ചൊവ്വാഴ്ച രാവിലെ 9ഓടെ വെട്ടിക്കാവുങ്കൽ പൂവൻ പാറപ്പടിയിൽ വെച്ചായിരുന്നു നീതുവിനെ അൻഷാദ് കാർ ഇടിപ്പിച്ച് കൊലപ്പെടുത്തിയതും. മാത്രമല്ല, ശേഷം കാറുമായി ഇവർ മല്ലപ്പള്ളി റോഡിലൂടെ രക്ഷപ്പെടുകയും ചെയ്തു. റോഡരികിൽ അബോധാവസ്ഥയിൽ കിടന്ന നീതുവിനെ ബൈക്ക് യാത്രക്കാരായ 2 പേർ ചേർന്ന് അതുവഴി എത്തിയ ഓട്ടോറിക്ഷയിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. തുടക്കത്തിൽ അപകടമാണെന്നാണ് പോലീസും നാട്ടുകാരും കൂടുതലും സംശയിച്ച കാര്യം. ഇടിച്ച വാഹനം കണ്ടെത്തുവാനായി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കൊലപാതകത്തിന്റെ തെളിവുകളും പുറത്തുവന്നു. സംഭവസ്ഥലത്തിന് സമീപം വെള്ള നിറത്തിലുള്ള ഇന്നോവ കാർ തിരിക്കുന്നത് പ്രദേശവാസികൾ കാണുകയും ചെയ്തിരുന്നു. ഇയാളുടെ മൊഴിയും വലിയ രീതിയിലാണ് സംശയത്തിന് ഇടയാക്കിയിട്ടുള്ളത്. ഇതാണ് ശരിക്കും അന്വേഷണത്തിൽ നിർണായകമായി മാറിയ കാര്യവും. നീതുവിനെ ഇടിച്ച വാഹനം തേടിയുള്ള തിരച്ചിലാണ് യഥാർത്ഥത്തിൽ പ്രതികൾ കുടുങ്ങിയിട്ടുള്ളത്. സംഭവശേഷം വെട്ടിക്കാവുങ്കലിൽ നിന്ന് മല്ലപ്പള്ളി റോഡിലൂടെ അതിവേഗം ഓടിച്ചു പോയിരുന്ന കാർ മുക്കടയിൽ ഉപേക്ഷിച്ച ശേഷം ഇരുവരും ഓട്ടോയിൽ കാഞ്ഞിരപ്പള്ളിയിലേക്ക് വന്നിരുന്നു. സാക്ഷിമൊഴിയുടെ അടിസ്ഥാനത്തിൽ വെള്ള നിറത്തിലുള്ള ഇന്നോവ കാർ കണ്ടെത്തുവാനായി നിരീക്ഷണ ക്യാമറകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പോലീസ് അന്വേഷണം പ്രധാനമായിട്ടും തുടങ്ങിയിരുന്നത്. പക്ഷേ കാറിന്റെ നമ്പർ പ്ലേറ്റ് ഇളക്കി മാറ്റിയ നിലയിലായിരുന്നു കാണപ്പെട്ടിരുന്നത്. ഇതിനെ തുടർന്ന് പോലീസ് സംഭവസ്ഥലത്തിന് സമീപത്തെ നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ച് അന്വേഷണം നടത്തി. ഇതിൽ നിന്ന് നമ്പർ കണ്ടെത്തുകയും ചെയ്തു. നമ്പർ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ അന്വേഷണത്തിൽ എറണാകുളം സ്വദേശിനിയുടെ പേരിലുള്ളതാണ് കാർ എന്ന് വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട്. ഇയാളിൽ നിന്ന് വാടകയ്ക്കെടുത്ത കാർ പൊൻകുന്നം സ്വദേശിയാണ് ഇപ്പോൾ കൂടുതലും ഉപയോഗിക്കുന്നത്. ഇവിടെ നിന്നായിരുന്നു അൻഷാദ് കഴിഞ്ഞ ദിവസം കാർ വാടകയ്ക്ക് എടുത്തിരുന്നത്.